വെൽക്കം ബാക്ക് ടു ലലൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ മലയാളീസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്ത് ഇനി നമുക്ക് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കാം അല്ലേ. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. കഴിക്കാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത് മാത്രമല്ല വളരെ സിമ്പിളാണ്, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബട്ടർ ഇതുപോലെ ഓരോരോ പീസസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാക്ക് ഉണ്ട്, അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബട്ടർ ഇങ്ങനെ ചൂടായ ചട്ടിയിലോട്ട് ഒഴിച്ച് പുകയ്ക്കരുത്. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ ബട്ടർ ഒഴിച്ചു, മിക്സ് ചെയ്തു, കുത്തിപ്പൊടിച്ച മുളക് ഇട്ടു, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 സ്പൂൺ, ഉപ്പ് ഒരു 1/4 സ്പൂൺ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തു. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചിട്ട് ഒരു ഫ്രൈ പാനിൽ ബുൾസൈ ആക്കി എടുത്തു. അപ്പോൾ അതേ ബുൾസൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചമുളകും ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് പുളിയില്ലാത്ത തൈര് എടുക്കാം. തീരെ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഈ ഒരു ഡിഷിന്. ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് ഇന്ന് അവൈലബിൾ ആണ്, എല്ലാ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ തൈര് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുളിയില്ലാത്ത തൈര് ഞാനൊരു 3 സ്പൂൺ എൻ്റെ ഈസുക്കുട്ടി വന്ന് മടുപ്പിച്ച് നോക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾക്ക് സ്മെല്ലൊന്നും, അതുകൊണ്ട് വേഗം പോയിട്ടുണ്ട്. അപ്പം 3-4 സ്പൂണോളം ഞാനിവിടെ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം ഉണക്കമുളക് കുത്തിപ്പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ, നമ്മൾ സാധാ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് നമ്മളെല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഈ ഒരു ഡിഷിന് അധികം എരിവൊന്നും പാടില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂൺ തന്നെയാണ് ഉപ്പ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് പുളിയില്ലാത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു 2 വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ അതിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവിച്ചതൊന്നുമല്ല, പച്ച വെളുത്തുള്ളി കേട്ടോ. അപ്പം അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംഭവം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ പാനിൽ നേരത്തെ ഇട്ട ബട്ടർ കുറച്ച് ബാക്കിയുണ്ട്, അതിലോട്ട് നമ്മളുടെ ബ്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു ബ്രെഡാണ് ഞാനിപ്പോൾ ഇത് 4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് മുഴുവനോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ, കട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു രസത്തിന് കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബട്ടർ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് ഒക്കെ നമുക്ക് ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്യുന്ന പരിപാടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി നമ്മളെല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ട് കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തു, അപ്പുറം ഇപ്പുറമൊക്കെ മുരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബുൾസൈ ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ തൈര് കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു സംഭവം ഒന്ന് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മല്ലിയിലയും പച്ചമുളകും ഒലിവ് ഓയിലായിട്ടുള്ള സംഭവമില്ലേ, അതും കൂടി നമുക്ക് ഇതിലോട്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ബ്രെഡും കൂടി നമ്മളുടെ ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി അങ്ങ് കഴിക്കേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും വരിക, കഴിക്കുക. അപ്പോൾ നമ്മളുടെ ഓംലെറ്റ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു രസത്തിന് ഒരു ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ബ്രെഡും കൂട്ടി കുറച്ച് സാലഡൊക്കെ മുക്കി നമ്മളുടെ ബുൾസൈയിൽ നിന്ന് കുറച്ചെടുത്ത് ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് കഴിക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. സിമ്പിളല്ലേ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷല്ലേ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും. പിന്നെ ഇല്ലാത്തത് ഒലിവ് ഓയിലായിരിക്കും. ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.